2016 ശേഷം LDF ഗവൺമെന്റ് അധികാരത്തിലിരിക്കുന്ന സംസ്ഥാനമായിട്ടാണ് ഭവിച്ചിട്ടുള്ളത്. 2016 മുതൽ 21 വരെ 2021 ജനങ്ങൾ തുടർഭരണം LDFന് സമ്മാനിച്ചതിലൂടെ ഇപ്പോഴേക്ക് 10 വർഷം LDF കേരളത്തിൽ അധികാരത്തിലിരിക്കുകയാണ്. ഈ 10 വർഷ കാലയളവിൽ കേരളത്തിലുണ്ടായ മാറ്റം ഏത് രീതിയിലുള്ളതാണ് എന്ന് നമ്മുടെ നാട്ടിലെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സ്വന്തം ജീവിതത്തിൻ്റെ ഭാഗമായി അനുഭവിച്ചറിയുന്ന മാറ്റങ്ങളാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. 2016 കേരളം വലിയ തോതിൽ ശപിക്കപ്പെട്ട ഒരു നാടായാണ് ജനങ്ങൾ കണക്കാക്കിയിരുന്നത്. കാരണം കാലാനുസൃതമായ പുരോഗതിയില്ല, എല്ലാ രംഗങ്ങളിലും പുറകിലാണ്. കേരളത്തിൻ്റെ അഭിമാനസ്തംഭങ്ങളായ മേഖലകളടക്കം പുറകോട്ട് പോയിരിക്കുന്നു. ഒരു തരത്തിലുള്ള പുരോഗതിയും നാട്ടിലുണ്ടാകുന്നില്ല. ഇങ്ങനെയായിപ്പോയി നമ്മുടെ നാട് എന്ന നിരാശയായിരുന്നു എല്ലാവർക്കും. കടുത്ത നിരാശയോടെ ഇനി ഇതിന് മാറ്റമുണ്ടാകില്ല എന്നാണ് ജനങ്ങൾ പൊതുവെ ചിന്തിച്ചിരുന്നത്. പക്ഷേ LDF ഗവൺമെന്റ് 2016 അധികാരത്തിൽ വന്ന് ഏതാനും മാസങ്ങൾ കഴിയുമ്പോഴേക്ക് തന്നെ ആ അന്തരീക്ഷത്തിൽ മാറ്റം വന്നു. നേരത്തെ കടുത്ത നിരാശയിൽ കഴിഞ്ഞവർ ആ നിരാശയിൽ നിന്ന് മുക്തരായി. അവർ നല്ല പ്രത്യാശയിലായി. നമ്മുടെ നാട്ടിൽ ഒന്നും നടക്കില്ല എന്ന് കരുതിയവർ ഇവിടെ പലതും നടക്കും എന്ന് ചിന്തിക്കുന്ന അവസ്ഥയുണ്ടായി. ഒരു കാര്യം നാം ആലോചിച്ചാൽ മതി. നമ്മുടെ പശ്ചാത്തല സൗകര്യ വികസനം, ആ കാര്യത്തിൽ വലിയ തോതിലുള്ള പുറകിൽ നിൽക്കുന്ന അവസ്ഥയായിരുന്നു കേരളത്തിനുണ്ടായിരുന്നത്. നമ്മുടെ പശ്ചാത്തല സൗകര്യം വേണ്ടത്ര വികസിച്ചിരുന്നില്ല. എന്നാൽ മറ്റു പ്രദേശങ്ങൾ, മറ്റു സംസ്ഥാനങ്ങൾ എല്ലാം നല്ല രീതിയിൽ വികാസം പ്രാപിക്കുന്നു. പക്ഷേ നമ്മൾ പഴയ അവസ്ഥയിൽ തന്നെ നിൽക്കുന്നു. പഴയ അവസ്ഥയിൽ തന്നെ ഒരു നാട് നിന്നാൽ നാട് മുന്നോട്ട് പോകുന്നില്ല എന്നാണ് അർത്ഥം. അപ്പോൾ മുന്നോട്ട് പോകുന്നില്ല എന്നതിൻ്റെ അർത്ഥം നിന്നെടുത്ത് നിൽക്കുന്നു എന്നല്ല, നമ്മൾ പുറകോട്ട് പോകുന്നു എന്നാണ്. കാലാനുസൃതമായി നേടേണ്ട പുരോഗതി നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ കാലത്തിൻ്റെ ഗതിക്കനുസരിച്ച് മുന്നേറാനാകാതെ നാം പുറകോട്ടായി പോകും. ആ പുറകോട്ടായ അവസ്ഥയായിരുന്നു 2016 മുൻപുണ്ട് ഇവിടെ ഉണ്ടായിരുന്നത്. അതിൻ്റെ ഭാഗമായി എല്ലാവരും ഓരോ രംഗവും എടുത്ത് പരിശോധിച്ചുകൊണ്ട് വേദനിക്കുന്ന മനസ്സുമായി കേരളത്തിൽ ജീവിക്കുകയായിരുന്നു. ഇവിടെ പശ്ചാത്തല സൗകര്യ വികസനത്തിൻ്റെ കാര്യമെടുത്താൽ നമ്മുടെ 2016 ശേഷമുള്ള സർക്കാരുകൾ പശ്ചാത്തല സൗകര്യ വികസനത്തിന് വേണ്ടി ചെലവഴിച്ചത് 44,000 കോടി രൂപയാണ്. എന്നാൽ ഇതുമാത്രമല്ല പശ്ചാത്തല സൗകര്യത്തിന് വേണ്ടി ചെലവഴിച്ച സംഖ്യ എന്ന് നമ്മൾ കാണണം.